ഇനി സോനം വാങ്ചുക്കിലേക്ക് വരാം. ആരാണ് സോനം വാങ്ചുക്ക്? ഈ ഒരു സമരം കൊണ്ടാണോ അദ്ദേഹം അറിയപ്പെട്ടത്? അല്ല. കാശ്മീരിലെ ജനങ്ങളുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി പൊരുതിയ ഒരാളാണ് സോനം വാങ്ചുക്ക്. തീർന്നില്ല. അന്ന് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു, രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ഇന്ന് അദ്ദേഹം തെരുവിലിറങ്ങിയത് കുട്ടികൾക്ക് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ ബാധിച്ച നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെയാണ്. ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? നിരാഹാരമിരുന്ന അവശനിലയിലായ അദ്ദേഹത്തെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനും രാഷ്ട്രീയപരമായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ ഒരു നിരാഹാര സമരമൊക്കെ കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നില വഷളായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് അയാൾ മരണപ്പെട്ടു പോയാൽ അത് വലിയൊരു കലാപത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. അതിന് രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇനി അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. വിദ്യാഭ്യാസ സിസ്റ്റം തന്നെ ശരിയല്ലെന്ന് കണ്ട് അതിനു വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതമാണ് അങ്ങനെയാക്കി മാറ്റിയത് എന്ന് പറയാം. ചെറുപ്പക്കാലത്ത് തന്നെ നല്ലൊരു വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. 9ാം വയസ്സ് വരെ അദ്ദേഹം സ്കൂളിൽ പോയിട്ടേ ഇല്ല. ലഡാക്കിലെ ചെറിയൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടെ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ചില്ല. അതിനുശേഷം ശ്രീനഗറിൽ എത്തിയാണ് അദ്ദേഹം സ്കൂൾ കാലഘട്ടം തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം അവിടെ നിന്നും മോശം രീതിയിലുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതിനുശേഷം ഡൽഹിയിലെത്തി, ഡൽഹിയിൽ പഠിക്കുന്നു. അതിനുശേഷം വീണ്ടും ശ്രീനഗറിൽ അച്ഛനോട് പിണങ്ങി NIT എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുന്നു. 22ാം വയസ്സിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി അദ്ദേഹം ലഡാക്കിൽ വീണ്ടും തിരിച്ചെത്തുകയാണ്. അദ്ദേഹം നേരിട്ട ഒരു എഡ്യൂക്കേഷൻ രീതി, പഠന രീതി യുവതലമുറയ്ക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിശ്ചയദാർഢ്യത്തിലാണ് അദ്ദേഹം പുതിയ പഠന രീതി ആരംഭിക്കുന്നത്. ലഡാക്കിൽ അദ്ദേഹം ഒരു സ്കൂൾ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ കുറെ കഥകൾ സോനം വാങ്ചുക്കിന്റെ പുറകിലുണ്ട്. ഒരുപക്ഷെ അമീർ ഖാന്റെ ഒരു സിനിമയുണ്ട്, 3 Idiots എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. അത് സോനം വാങ്ചുക്കിന്റെ ജീവിതത്തിൽ നിന്ന് ചെറിയ രീതിയിൽ ഇൻസ്പിറേഷൻ കൊണ്ട് ഉണ്ടായ സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം തെരുവിലിറങ്ങിയത് എന്ന് പറയാം. ഇതിന് ചിലർ രാഷ്ട്രീയമായി കാണുന്നതിനൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ജമ്മു കാശ്മീരിൽ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നു സോനം വാങ്ചുക്കിന്റെ സമരത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ്, സോണിയയും രാഹുലുമാണ് ഇത്തരം ഒരു സമരം അഴിച്ചുവിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ അത്തരത്തിൽ കാണേണ്ടതുണ്ടോ എന്നാണ് എനിക്കുള്ള ചോദ്യം. കാരണം ഇവിടെ തെരുവിലിറങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്തിന്റെ ആവശ്യത്തിനാണ് ഇവർ അടി വാങ്ങിക്കൂട്ടുന്നത്? എന്തായാലും പ്രതിഷേധത്തിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്.